ജോസിന്റെ കൂടെ ചേർക്കണം. മകൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അവൻ്റെ കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. ആ സമയങ്ങളിലൊക്കെ അവൻ +1 ആയിരുന്നു. +2ലേക്ക് നടക്കാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ TKM +2 പരീക്ഷേൻ്റെ ആ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ പുറത്ത് വേറെ വീടെടുത്തു, അവനെ അങ്ങോട്ടേക്ക് മാറ്റി, എന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നു. പക്ഷേ പിന്നീട് ഒരുപാട് ചേഞ്ച് അവൻ്റെ. അതിനുശേഷം ഞാൻ അത്ര ചിരിച്ചവനെ കണ്ടിട്ടില്ല. പഴയൊരു ചിരി അവൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയില്ല. അവനിപ്പോഴും അവൻ്റെ മനസ്സിൽ പ്രതികാരമായിരുന്നു. എനിക്കത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. അവൻ എങ്ങനെയായാലും ഇതിന് പകരം വീട്ടണമെന്നുള്ളത് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. അത് മാറ്റിക്കൊണ്ടുവരാനാണ് ഞാൻ ആദ്യം. അവൻ പഠിത്തം ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രധാനം. അവനെ ആ നിലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത്. അതൊക്കെ മാറി. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം അവൻ നോർമൽ അതിലേക്ക് വന്നു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവനിപ്പോൾ മുംബൈയിലൊരു കമ്പനിയിൽ ജോലി ചെയ്യാം. ദുബായിൽ 1.5 വർഷത്തെ ദുബായി പോയി. അല്ല, അവനുണ്ടെങ്കിൽ അവന് വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിലവിൽ ഇല്ല അങ്ങനെ. അല്ല, എനിക്കത് നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ അവൻ രാഷ്ട്രീയത്തിലൊക്കെ. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഇനി അവൻ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് പോലും ഇപ്പം അറിയാൻ പറ്റാത്തത്. പക്ഷേ എന്തായാലും പകയെല്ലാം അതൊക്കെ ദേഷ്യവും ഇതൊക്കെ മാറിയിട്ടാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അവനും അച്ഛൻ്റെ കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഇത് അവനും ഉണ്ട് വലിയ പ്രശ്നം. അച്ഛനാണ് ഞാനെല്ലാം വളരെ നേരത്തെ അവനെ നീന്തൽ പഠിപ്പിച്ചു, ബൈക്ക് പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവനെ ചെയ്യിച്ച് അവനെ റെഡിയാക്കിയിരുന്നു ചെന്നിട്ട്. അങ്ങനെയായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ അറിയാതെ പൊട്ടിപ്പോകുന്ന രംഗം, അവൻ അവസാന നിമിഷം അച്ഛൻ്റെ കാല് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് എനിക്ക് എന്താ പറയുക, സഹിക്കുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും അതൊരു വേദനയാണ്. ഞാൻ പറയേണ്ടിടത്തൊക്കെ പറയാറുമുണ്ട്. ഇപ്പോഴും അതിന് സംസാരിക്കാം. അത് മരണം വരെ ആ വേദന മാറില്ല എന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. അറിയാലോ, മറ്റാരേക്കാളും ഞാനായിരിക്കല്ലോ അതിനകത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാവുകയും ആരാണിത് ചെയ്തത് എന്നുള്ള അത് സ്വന്തം നിലയ്ക്ക് തന്നെ ഞാൻ പലപ്പോഴും പല രാത്രികളിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോഴും നമുക്ക് എന്തൊക്കെ പറഞ്ഞ് പുറത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിലും രാത്രികൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കും. ആ സമയത്ത് വരുന്ന ചിന്തകളിലൊരു പ്രധാന ചിന്ത ഇതായിരിക്കും. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ജയിലിൽ പോയിട്ട് ഇവരൊക്കെ ഒന്ന് കണ്ട് ആരാണ് നിർദ്ദേശം തന്നതെന്നൊന്ന് മറ്റേതെങ്കിലും രൂപത്തിൽ പോയി അന്വേഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെപ്പോഴും വല്ലാത്തൊരു നീറ്റലാണ് മനസ്സിൽ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിടുന്ന ഘട്ടം പല ഘട്ടങ്ങളിലും അത് തന്നെയാണ്. അത് അല്ല, വിശ്വാസിയല്ല. കഴിയുമോയെന്ന് ചോദിച്ചാൽ കഴിയണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പിടിവിട്ടു പോകും. അത് പുറത്താരും അറിയുന്നില്ല എന്നുള്ളത് മാത്രം. പ്രത്യേകിച്ച് ഞാൻ തനിച്ചാണ് ഇപ്പോൾ വീട്ടിൽ. അപ്പം ചില രാത്രികൾ ഉറങ്ങാറേ ഇല്ല. ഇപ്പോഴും ഞാൻ എൻ്റെ കുറേ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത്രയും സംഘർഷങ്ങളിലൂടെ തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു പ്രധാന ചോദ്യം ഇതാണ് മനസ്സിൽ കിടന്ന് പറ്റിയില്ലല്ലോ എന്നുള്ള ചോദ്യം. അതിൽ കുറേ സംഗതി ഞാനിതിപ്പോൾ പറയണില്ല. അതിന് കുറേ സംഗതികൾ നമ്മളെ ഇപ്പം നിൽക്കുന്ന പൊസിഷനൊക്കെ നമ്മളെ ചില സമയത്ത് വല്ലാതെ പിന്നെ ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ചും ഒരു വ്യക്തി മുന്നിലിരിക്കുമ്പോൾ. സത്യത്തിൽ അന്ന് ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന ആ സമയത്ത് കണ്ടപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്കത് മരണം വരെ അത് പോകും. ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ഞാൻ കരുതുന്നു. അല്ല, കൊടിയേരിക്ക് ഇതിനെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്കല്ലാണ്ട് ഇതിനകത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അല്ല. പിണറായിയാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് അതെനിക്കറിയില്ല. എന്തോ പാർട്ടി നേതൃത്വങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ഒരു ഇതൊന്നും ഇല്ല. പിണറായി പറയാനുള്ള ഏറ്റവും പ്രധാന കാരണം, ഒന്ന്, നേരത്തെ അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തി സഭയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലില്ലാത്ത ഒരാളെ പറ്റി ആരോപണം പറയാൻ ഒരാളും തയ്യാറാവില്ല. അല്ലെങ്കിൽ അത്രയും നികൃഷ്ടമായ മനസ്സിനുടമയായിരിക്കണം.
മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രസമ്മേളനം കുലംകുത്തി തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ആ മനസ്സിൽ എത്രമാത്രം വിദ്വേഷം ഉണ്ടാവും, പകയുണ്ടാവും. അങ്ങനെ ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ അതിനെ സന്തോഷിക്കാത്ത ഒരാൾക്ക് അത് പറയാൻ വേണ്ടി സാധിക്കുമോ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാ മനുഷ്യനായിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെ സാധിച്ചു എന്നുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ ശത്രുതയുണ്ടാകും, ദേഷ്യമുണ്ടാകും. പക്ഷേ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെപ്പറ്റി ഒറ്റ കാരണം ഒരാളും പറയാറില്ല. മരിച്ച് ഭൂമിയിലില്ലാത്ത ഒരു മനുഷ്യനെ അതേ നേരത്തെ പറഞ്ഞ അതിനെ കുറച്ചുകൂടി ശക്തമായിട്ട് പറയണമെങ്കിൽ ചെറിയ മനസ്സ് പോരാ. അത് തന്നെ മതി ഞാൻ എൻ്റെ സംശയത്തിന് ബലം നൽകാൻ. അതെ തന്നെ ആ വിദ്വേഷം തന്നെയാണ് മർഡറിലേക്ക് നയിച്ചത്. കൊലപാതക രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഒരു പൊതുബോധം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കൊലപാതകങ്ങൾ നടത്തുന്ന മുഴുവൻ CPM ആണെന്നാണ്. എന്നാൽ നമ്മൾ ഡേറ്റ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് CPM-ലെ പ്രവർത്തകരാണ്. ഈ ഒരു പൊതുബോധത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ കൊല്ലുന്നവരെല്ലാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവരാണെന്നുള്ളൊരു പൊതുബോധമുണ്ട്. അല്ല, കൊല്ലുന്നവർ ഏത് പക്ഷത്തുള്ളവരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതായിരിക്കണം. ഞാൻ CPM ആയാലും കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളിലായാലും ഒരു മനുഷ്യനെയും കൊല്ലാനുള്ള, രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ കൊല്ലാനുള്ള അവകാശം ആർക്കുമില്ല. അതുണ്ടാവരുത്. അത് തന്നെയായിരിക്കണം അതിൻ്റെ മെയിൻ എന്നാണ്. അപ്പോൾ ആര് നടത്തിയാലും തെറ്റാണ്. ഇനി CPM-മാർ എനിക്കറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചൊരു കൊലപാതകമായിരുന്നു സുധീഷിൻ്റെത്. KV സുധീഷ്, നമ്മുടെ കണ്ണൂർ. എൻ്റെ സുഹൃത്തായിരുന്നു സുധീഷ് SFIയിലെ സമയത്ത്. ഏറ്റവും പ്രയാസം തോന്നിയൊരു കൊലപാതകം. ഇന്നും അത് വല്ലാത്തൊരു നടുക്കുന്ന, വീട്ടിൽ അച്ഛനും അമ്മേൻ്റെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നത്. അങ്ങനെ ഇത്ര നമ്മൾ കണ്ടു. അപ്പോൾ അതുണ്ടാവരുത്. ജയകൃഷ്ണ മാഷ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് വെട്ടിക്കൊന്ന, ഞാനൊക്കെ ഒരുപാട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടിയിലായിരുന്നെങ്കിൽ പോലും നമ്മളതിനൊക്കെ എതിർത്തിട്ടുണ്ട് ആ സമയത്ത്. അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആ പാർട്ടിയിലുള്ള സമയത്ത് ഇതൊക്കെ നടന്നിട്ടില്ലായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടന്ന സമയത്ത് നമ്മൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ വളരെ ശക്തമായിട്ട് ഇതിനെതിരൊക്കെ നേരത്തെ പറഞ്ഞ ഒരാളാണ്. കഴിഞ്ഞ 5 വർഷത്തേക്ക് നമ്മൾ ഈ കണക്കെടുത്താൽ പോലും ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് CPM പ്രവർത്തകരാണ്. കൊന്നിട്ടുള്ളത് BJP-യും കോൺഗ്രസുമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് താങ്കളിപ്പോൾ UDF-ന്റെ ഒരു കൈൻഡ് ഓഫ് അൺഒഫീഷ്യൽ ഭാഗം കൂടിയാണ്. അങ്ങനെ ഒരു എന്തെങ്കിലും ഇതിനെതിരൊരു നിലപാട് RNPയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് CPM-ലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ആരാ തീരുമാനം എടുക്കേണ്ടത്? ആ പക്ഷം തന്നെ പ്രധാന തീരുമാനം. കാരണം വെച്ചാൽ അവർക്കറിയാം. അല്ല, അവർ കൊല്ലുന്നു, തിരിച്ച് അതേപോലെ പ്രതികാരം ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് ചെയ്താൽ തൊട്ടടുത്ത് അവർ അതിനുള്ള അടുത്ത കൊല നടത്തി കഴിഞ്ഞല്ലോ. ഒരു കൊല നടന്നാൽ നമുക്കറിയാം തൊട്ടടുത്ത ദിവസം വേറൊരാളും കൊല്ലപ്പെട്ടിരിക്കും. അപ്പോൾ രണ്ടുണ്ടാവുന്ന, അപ്പം അങ്ങനെ കൊല്ലില്ല എന്നുള്ള തീരുമാനം രാഷ്ട്രീയ നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനം. ഇല്ല, ഇപ്പം അത് നേരത്തെയാണ്. അത് മാത്രമല്ല, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൊലപാതകങ്ങളും ഒരുപക്ഷെ മറ്റു പാർട്ടിക്കാർ നടത്തിയതാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ചകഞ്ഞ് നിങ്ങളൊരു പരമ്പര, ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരും. അന്വേഷണം നടത്തും. നിങ്ങൾ അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായി. മാഡം മുഖത്തിന് ചെറിയൊരു പുഞ്ചിരി ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിൽക്കൊന്നും റീഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. തിരിഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ. എപ്പോഴെങ്കിലും അദ്ദേഹം ഒരിക്കലുമല്ല. ഞങ്ങൾ മുഖാമുഖം കണ്ടിട്ടേ ഇല്ല. ഈ സഭയിലിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആ കാഴ്ചയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും. അന്നാണ് ഒരു വേദിയിൽ ഒന്നിച്ചിരിക്കുന്നത്. അന്നാണ് അത് സ്വാഭാവികമായിട്ടും പറയുന്നത് എൻ്റെ മുഖത്ത് ആയി. ഞാൻ അവിടെ ഉള്ളത് അങ്ങനെ വന്നതാണ്. ഞാൻ എനിക്ക് ആ സംസാരിക്കൂ എന്ന് പറയുവാണോ എന്ന് എനിക്ക് ആദ്യം പടങ്ങുന്നപ്പോ അങ്ങനെയാണ് തോന്നിയത്. മുഖത്തേക്ക് നോക്കിയതേ ഇല്ലേ? അല്ല, അന്നേരം നോക്കി അങ്ങനെ ഒരു എന്നെ നോക്കിയതായിട്ടല്ല. അതെന്ന് വെച്ചാൽ അതവിടെ ഭദ്രദീപം കൊളുത്തി തിരിഞ്ഞ് വന്നപ്പോൾ സ്റ്റോണിൻ്റെ കട്ടൻ നീക്കാൻ മറന്നിരുന്നു. അപ്പോൾ അയ്യോ അത് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞത് എൻ്റെ മുഖത്താണ്. അപ്പം ഞാനായിരുന്നു അടുത്തുള്ളത്. അത് മാത്രം അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ എന്നോട് പറഞ്ഞു നേരിട്ട് കണ്ടിട്ട്
1-to-1 എപ്പോഴെങ്കിലും അടുത്ത് ഇടപഴകിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കുടുംബത്തിലുള്ള ആരെയും പിണറായിയുടെ സീമിന്റെ കുടുംബത്തിന്റെ ആരെയും കണ്ടിട്ടോ ഒന്നുമില്ല? ഇല്ല. ഞാൻ കോടിയേരി മരിച്ച സമയത്ത് അവിടെ പോയപ്പോൾ വൈഫിനെ കണ്ടിരുന്നു. പക്ഷെ അന്നും അങ്ങനെ സംസാരില്ല. അവരൊന്ന് എന്നെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റൊന്നു, അത് മാത്രം. ഒരു സിംഹസഭയ്ക്കകത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള ഒരു നില അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹുമാനം പോലും ഭരണപക്ഷത്തിൽ നിന്ന് കിട്ടാറില്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയൊന്നും കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത്ര ഒരു എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനം, സംസാരിക്കുമ്പോഴുള്ള ഒരു ഇത് എന്നല്ലാതെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെ UDF-കാർ എതിർക്കുന്ന കോൺഗ്രസ്സുകാരോടൊക്കെ ഉള്ള പോലത്തെ അത്ര സമയം എല്ലാം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എന്നോട് വരുന്നത്. പിന്നെ മന്ത്രിമാരൊക്കെ വളരെ നല്ല സമീപനം തന്നെ. എല്ലാ മന്ത്രിമാരുമായിട്ട് സമീപിക്കാറുണ്ട്. മണ്ഡലത്തിലെ ആവശ്യങ്ങൾക്കും ഒക്കെ സമീപിക്കുമ്പോൾ അങ്ങനെ തരാതിരിക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫണ്ടൊക്കെ തരാറുണ്ട്. അങ്ങനെ ഒരു വിവേചനമൊന്നും ഉണ്ടായിട്ടില്ല. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പല അല്ല, എല്ലാവരും റിയാസ്, ഇപ്പം രാജേഷ് ഒക്കെ നല്ല അടുത്ത്, പിന്നെ രാജീവ്, എല്ലാവരും നല്ല. വാസവൻ മിനിസ്റ്ററുമായിട്ട് മാത്രമേ അത്ര ബന്ധപ്പെടാത്തതുള്ളൂ. ഞാൻ പിന്നെ ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അത്ര പ്രശ്നമില്ലാത്തത് കൊണ്ട് മാത്രമല്ല. അല്ല, അവർക്കൊക്കെ നല്ല, കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിനോടുള്ള പ്രതിഷേധമുണ്ട്. ഈ കൊലപാതകത്തിനോടും ഇങ്ങനെ ആയതിനോടും ഒക്കെയുള്ള പ്രതിഷേധമുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഭക്ഷണശാലയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തുള്ള 2 MLA-മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, സംസാരിച്ചു, മറ്റൊരാൾ ചോദിച്ചു, സംസാരിച്ച് വല്ലാതെ വിമർശിച്ചു അല്ലേ ഭരണപക്ഷത്ത് എന്ന് ചോദിച്ചു. വലതുപക്ഷമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ തിരുത്തി, അവർ വലതുപക്ഷമല്ല, അവർ ശരിക്കും ഇടതുപക്ഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് CPM-ൻ്റെ MLA-മാരും, പേര് പറയുന്നില്ല, അല്ല പുരുഷന്മാർ, വനിത. അവർ പറഞ്ഞു അവർ ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റാണ് അവർ യഥാർത്ഥ ഇടതുപക്ഷമാണ്, അവർ സാഹചര്യം കൊണ്ട് അവർ അങ്ങനെയാണ്, ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനോഭാവം അവരുടെ അടുത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോട് ഉണ്ട്, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈവൻ MM മണി സഖാവ് പോലും എൻ്റെ അടുത്ത് വന്ന് ആ വിഷയത്തിന് ശേഷം എന്നോട് വന്ന് പറഞ്ഞത്, എനിക്ക് തന്നോടൊരു ദേഷ്യവും ഇല്ല കേട്ടോ, എനിക്കും പെൺമക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സൗഹൃദപരമായി വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും സംസാരിക്കൽ. അങ്ങനെ ഒരു ശത്രുതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വടക്കൻ ഭാഗത്തേക്ക് ഞങ്ങളുടെ നാട്ടിലെ CPM-കാർക്കുള്ള പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെയൊന്നും ആർക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് സമീപിക്കാറുള്ളത്.